ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും ലോകത്തിൻ ഉല്ലാസനാള്. ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും ലോകത്തിൻ ഉല്ലാസനാള്. ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്. 7 പെണ്ണുങ്ങളുള്ള വീടാ, പറഞ്ഞിട്ടെന്താ കാര്യം, 7ഉം 7 ദ്രവത്തിലാണ്. ഈ വീട്ടില് ചെറിയ പെരുന്നാളിന് വലിയ ആഘോഷങ്ങൾ നടക്കുക. ഈ പെരുന്നാളിന് കോഴി ബിരിയാണി മതിയെന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങ് ഉറപ്പിച്ചു. ഞങ്ങള് ബിരിയാണി വെക്കുന്നത് കാണാൻ നിങ്ങൾക്കും വരാവേ. ഷൈമ, നീ ഇത് എവിടെയാ? എല്ലാരും തിരക്കുന്നു. നീ ഷോപ്പിങ്ങിന് പോകുന്നില്ലേ? ഇതാ ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ റെഡിയായേ. ഓ, ഭയങ്കര ചൂടല്ലേ, വേഗം വാ. ഹലോ, എന്തൊക്കെയാ വേണ്ടത്? തൊയ്ബാക്കുള്ള മെഹന്തി എടുത്തിട്ടുണ്ട്. ഒന്ന് പോരെ? പിന്നെന്താ വേണ്ടത്? ബിരിയാണിക്കുള്ള ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട്, ചിക്കന്, പിന്നെ ഉള്ളി എടുത്തു, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, എല്ലാം എടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ശരി, വീട്ടിലെത്തിയിട്ട് കാണാം. ബെല്ലടിച്ചു, ആളെത്തിയെന്ന് തോന്നുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ്. നിക്ക് എങ്ങോട്ടടിച്ച് കേറണു മോളെ? ആദ്യം ഗ്ലൗസ് എല്ലാം ഊര്, എന്നിട്ട് ഈ സാനിറ്റൈസർ അങ്ങോട്ട് ഇട്ടെ, എന്നിട്ട് അകത്ത് കയറിയാൽ മതി. അങ്ങനെ തന്നെ. ഇതാ ഞാനിവിടെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും കൂടി ബിരിയാണി ആക്കിക്കോ. ഉമ്മച്ചി, നിങ്ങക്ക് മൈലാഞ്ചി ഇട്ട് തരുമോ? ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ ഇട്ട് തരാം. ഞാനിവിടെ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് പിടിപ്പിക്കുകയാണ്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വീടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ മറ്റുള്ളവരൊന്നും ഒതുക്കി വെക്കാനും വീട് ക്ലീനിങ് ചെയ്യാനും ഒന്നും വരത്തില്ലല്ലോ. അവരൊക്കെ ഫോണും പിടിച്ച് അവിടെ ഇവിടെയും പോയി ഇരിക്കുകയല്ലേ. എല്ലായിടത്തും എൻ്റെ കൈകൾ തന്നെ എത്തണം. കുട്ടികളെ, മൈലാഞ്ചി വേണ്ടവരൊക്കെ ഓടിവായോ. അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ നോഫി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോണം. പിന്നെ ഞാൻ ബിരിയാണി കഴിക്കാനേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് മൈലാഞ്ചി കുട്ടികളെ, ഇഷ്ടമായോ? അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇട്ടുതരാം കേട്ടോ. ആഹാ, ഈ കവറെല്ലാം ഇവിടെ വെച്ച് പോയേക്കാം. അയ്യോ, അതെല്ലാം അഴുക്കാവില്ലേ? ഒന്നാമത് നല്ല ചൂടുമാണ്. ചിക്കനൊക്കെ ഉണ്ട്. അതിൽ ചിക്കൻ ഇരിക്കുന്നുണ്ടല്ലോ. ചിക്കനൊക്കെ ഇങ്ങനെ വെച്ച് പോയാൽ അത് പെട്ടെന്ന് അങ്ങ് അഴുക്കാവില്ലേ? ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ എടുത്തിട്ട് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രഷ് ചിക്കൻ തന്നെയാണ്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ആദ്യം, എന്നിട്ട് കട്ട് ചെയ്യുന്നതാവും നല്ലത്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബിരിയാണി കഷ്ണങ്ങളല്ലേ, ഇത് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതൊന്ന് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഈ മസാലയൊക്കെ പുരട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അവരുടെ ഇഷ്ടത്തിന് ഉണ്ടായിക്കോട്ടെ. കട്ടിംഗ് ഒക്കെ നമുക്ക് ചെയ്ത് വെച്ചാൽ അവർക്ക് ഈസി ആയല്ലോ ഉണ്ടാക്കാനൊക്കെ. നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഐസാവും, ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ആ പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കുക. ഇനി ഇത് കട്ട് ചെയ്യാൻ നൗഫിക്ക് കൊടുത്തേക്കാം. നൗഫി ഇതൊന്ന് കട്ട് ചെയ്യടാ. മഞ്ജു ചേച്ചി ആ കവറിങ്ങതാ, ഞാനേ പച്ചക്കറിയൊക്കെ എടുത്ത് വെളി വെക്കട്ടെ. സമയമാകുമ്പോ വെപ്രാളപ്പെട്ടിരിക്കാതെ ഞാൻ ഈ സമയം കൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കി അരിഞ്ഞു വെക്കാം. പൊന്നു, നീ ഇതുവഴി കറങ്ങി നടക്കാത്ത നീ തൊയ്പാടെടുത്തിയല്ലേ? തൊയ്ബ നിനക്ക് മൈലാഞ്ചി ഇട്ട് തരും കേട്ടോ. ഇത്രയും നേരമായിട്ട് ഒന്നിനെ പോലും അടുക്കളയിലോട്ട് കണ്ടില്ല. സമയമാകുമ്പോ ഓടി തരും, എല്ലാം കൂടെ വെപ്രാളപ്പെട്ട്. എന്റെ റബ്ബേ, ഈ തക്കാളിയും സവാളൊക്കെ ഏതെങ്കിലും കൊറോണക്കാരൻ പെട്ടതാണോ? നല്ല രീതിയിൽ വാഷ് ചെയ്തേക്കാം. എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ പണിക്ക് പോകാൻ പോവാ. വേണമെങ്കിൽ മറ്റുള്ളവർ ബാക്കി ചെയ്യട്ടെ. മക്കളെ എല്ലാരും കൂടെ ഓടാതെ, വീഴും, സൂക്ഷിച്ച്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പൊ മസാല ഉണ്ടാക്കുന്നവർക്ക് എളുപ്പമായിക്കോളുമല്ലോ. ഞാനിവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം, നിങ്ങൾ എന്താ വെച്ചാ ചെയ്തോ. ഖദീജ, നീ എന്തെടുക്കുക ഇത്? ഈ അരി ഒന്ന് അടുപ്പിലോട്ടിട്ടേ. 2 മിനിറ്റ് ഫോണിൽ ഇരുന്നിട്ടുള്ളൂ, അപ്പോഴേക്കും വിളി വന്നു. അത് ചെയ്യ്, ഇത് ചെയ്യ്, എന്താ കുത്തിരിക്കണമെന്നും പറഞ്ഞിട്ട്. ഒരു റൈസ് വേവിക്കാനല്ലേ, അത് ഞാൻ ചെയ്തോളാം. ഒരു ഇതൊക്കെ അല്ലേ, അപ്പോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ 2 മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴേക്കും അവൾക്ക് കണ്ണിക്കടി. ഇനി എന്തായാലും റൈസ് കുക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അരി വേവിച്ചെടുക്കുന്ന ജോലി ഒന്ന് തീർക്കാം. ഇത് കണ്ടോ, ഒരു പെരുന്നാളാണെന്ന് വിചാരിച്ച് കിച്ചണിലൊന്നും ആരും കാണുന്നില്ല. എല്ലാവരും അവരവരുടെ ജോലികൾ മാത്രം നോക്കി, ഫോണിലും കുത്തിയിരുന്ന് TV-യിലും നോക്കി അങ്ങനെ ഇരിക്കുക. ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും എത്തിക്കോളും. ഞാനെന്തായാലും ഈ റൈസ് പെട്ടെന്ന് വേവിച്ചിട്ട് മക്കളിനൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. പെരുന്നാളല്ലേ, കുട്ടികൾക്ക് വലിയ ആഘോഷമില്ലെങ്കിൽ അവർക്കിപ്പോൾ അതൊന്നും അറിയില്ലല്ലോ. എന്തായാലും അവരൊരുക്കിയിട്ടില്ല. ഇതിവിടെ വേവിച്ച് വെച്ചിട്ട് വേണം അവരൊന്ന് ഒരുക്കിയെടുക്കാൻ. അപ്പോൾ ഷെറീന, നീ നിന്റെ മസാല പെട്ടെന്ന് റെഡിയാക്കിക്കോ. എന്നിട്ട് വേണം ഇത് ദമ്മിട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മസാലയിലൊന്ന് ദമ്മിട്ടെടുക്കണം, അത്രേ പണിയേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. റീനു, ഇതൊന്ന് ദമ്മിട്ടെടുക്കണേ. ഞാനൊന്ന് കുട്ടികളെ ഒന്ന് ഡ്രസ്സ് ചെയ്യിക്കട്ടെ. ഇത്രയും നേരം ഫോണിൽ കോഴി ചിക്കുന്ന പോലെ ചിക്കിക്കൊണ്ടിരുന്നത് അവളാണ്, ആ ഖദീജ. എന്നിട്ട് അവൾ എന്നെ പറയും, എനിക്ക് ചിക്കൻ വേവിക്കാൻ ആരുടെയും സഹായം വേണ്ട. അപ്പം നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് എടുത്ത് ഇതിലെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം കേട്ടോ. കുറേശ്ശെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് മുളക് പൊടി ഇടാം. ഒരാൾ അടുക്കളയിൽ കയറിയ പിന്നെ മറ്റൊരാൾ ആരും അടുക്കളയിൽ വരില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയും. ഞാനും ഇപ്പം ചെയ്തു തീർത്തിട്ട് ഞാനും പോവേ തന്നെ. ഒന്ന് വന്ന് ഈ മസാലയുടെ ഉപ്പൊന്ന് നോക്കണേ. അവസാനം ഉപ്പില്ല എന്ന് പറയരുത്. മുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ എന്താ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, എല്ലാം ഒന്ന് അരപ്പെല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ. ഇനി ഒരു പാത്രം വെക്കാം കേട്ടോ. നോൺ സ്റ്റിക്കാണ് എളുപ്പം, അതാകുമ്പോൾ പെട്ടെന്ന് ചിക്കൻ കരിയാതെയൊക്കെ കിട്ടും. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇതിനെ നമുക്ക് പൊരിച്ചങ്ങും. ചിക്കൻ പൊരിച്ച് വെച്ച മഴ അടിക്കുമ്പോൾ ഇപ്പം എല്ലാവരും വരും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. നമുക്കിനി ഓയിലിൽ തന്നെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും
സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനായിട്ട് കുറച്ചൊന്നും പറയണ്ട. ഈ ചിക്കൻ അങ്ങോട്ട് ഇതിൽ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ദം ബിരിയാണി. നല്ല അസല് മണം വന്നു. ഇതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുട്ടികൾ കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് എരി കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനാണ് ആ ഖദീജ കിടന്ന് ബഹളം വെച്ചത്, മസാല ഉണ്ടാക്കണ്ടേന്ന്. ഇപ്പൊ എന്തായി, എന്റെ മസാല റെഡിയായി. ഞാൻ പോവാണ് കുളിക്കാൻ. റിനൂസെ പിടിച്ചോട്ടാ, നമ്മുടെ എന്ത് വെച്ചാ ആയിക്കോ. എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലോ, മസാലയൊക്കെ റെഡി ആയില്ലേ? എനിക്കൊരു കുർത്ത ഓൾട്ടർ ചെയ്യാണ്ടായിരുന്നു ഇടാനുള്ളത്, അപ്പൊ അതിനു വേണ്ടി പോയതാണ്. ഇനിയിപ്പോ ദമ്മിങ്ങനെയല്ലേ ഉള്ളത്, ഞാൻ ചെയ്തോളാം. എല്ലാവരും കിച്ചണിൽ നിന്ന് പൊക്കെ, ഞാൻ ചെയ്തോളാം കേട്ടോ. ഇനി എല്ലാവരും പോയിട്ട് റെഡി ആയിട്ട് വരും. ഇനി ടേബിളിൽ സേവ് ചെയ്തിട്ട് ഞാൻ വന്ന് വിളിക്കാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ദമ്മ് മാത്രമല്ലേ ഉള്ളൂ. ഇത് പിന്നെ പരിപാടിയൊന്നുമില്ല, ഈസി അല്ലേ. എല്ലാവരും മസാലയും റൈസും എല്ലാം ഉണ്ടാക്കിയോണ്ട് പിന്നെ ഈസിയായി. അപ്പം ഇനി ഇതൊന്ന് ഫോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്ത് കൊടുക്കാം കേട്ടോ. നാടൻ അടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ദമ്മിങ് പരിപാടി നമുക്ക് സുഖമായിരിക്കും. തീയൊക്കെ ഒന്ന് മുകളിലിട്ടിട്ട്. ചോറും മസാലയൊക്കെ കണ്ടിട്ട് നന്നായിട്ടുണ്ട് തോന്നുന്നു. ഫസ്റ്റ് ട്രിപ്പിലെത്തിയല്ലോ. ക്ഷമിക്കും വിശിലും ഒക്കെ. കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയൂ. വിശല, എങ്ങനെയുണ്ട് ചോറ്? രസമുണ്ടാ? ഒന്ന് കഴിച്ചിട്ട് പറയും. ഞാൻ എല്ലാവരും പോയിട്ട് വിളിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങൾ കഴിക്കും. എല്ലാവർക്കും നമ്മുടെ ഈദ് ആശംസകൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.